നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1199 ആണ്ട് മേടമാസം 28 തീയതി 2024 മെയ് മാസം 11 തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിര നക്ഷത്രം രാവിലെ കഴിയുമ്പോൾ മാറി തിരുവാതിര നക്ഷത്രത്തിലേക്ക് പോവും. എങ്കിലും ഉദയനക്ഷത്രം മകയിരമാണ്. അപ്പോൾ നമുക്കിന്ന് നക്ഷത്രം മകയിരം ആയാലും തിരുവാതിരയായാലും നമുക്ക് ദോഷഭാവത്തെ കൊടുക്കുന്ന നക്ഷത്രമല്ല എങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ആഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. എല്ലാ കാര്യങ്ങളെയും പതുക്കെ ശനി കൊണ്ടുപോവുള്ളൂ. ശനി എല്ലാ കാര്യങ്ങളെയും ഇഴയ്ക്കും. ഒരു കാര്യങ്ങളും അത്ര കണ്ട് ഭംഗിയായി പോകത്തില്ല. ഇപ്പോൾ ശനീശ്വരനെ നമുക്ക് എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയും നമുക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരും. പ്രധാനമായിട്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാണ് സൂക്ഷിക്കേണ്ടത്. ശനിയാഴ്ച ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ. കാരണം നമുക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ കഷ്ടതയേറിയ ഒരു വർഷമായി തീരും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള പ്രതിവിധി ചെയ്ത് ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പറയണേ. അപ്പോൾ കഷ്ടത കുറച്ച് നമുക്ക് കൊണ്ടുപോകണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ശനിയെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ശനിയെ പ്രീതിപ്പെടുത്തണം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിൻ്റെ അമ്പലത്തിൽ ദർശനം ചെയ്യണം. ഭഗവാന് നീരാഞ്ജനം കത്തിക്കണം. അതുപോലെ എള്ള് പായസം വയ്ക്കണം. നെയ്യ് അഭിഷേകം ചെയ്യണം. ഇതൊക്കെ ശനീശ്വരൻ്റെ ദോഷം ശമിപ്പിക്കാൻ സഹായകരമായി തീരും. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും പറ്റുന്ന ശനിയാഴ്ചകളിലും ഒരു വർഷക്കാലവും നീരാഞ്ജനം കത്തിക്കാൻ ശ്രമിക്കുക. നമുക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരാനും ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് സഹായകരമായി തീരും. അല്ലെങ്കിൽ അസുഖവും അസ്വസ്ഥതയും വഴക്കും പ്രശ്നങ്ങളും സമാധാനമില്ലായ്മയും കാര്യങ്ങളെല്ലാം വന്നീഭവിക്കുക, എന്തിനിറങ്ങിയാലും തടസ്സം, ഇങ്ങനെ വിഷമിപ്പിക്കാൻ ഇടയുള്ള കാലയളവായതുകൊണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്തുകൊള്ളുക. അതിനൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്താൽ അത് മന്ദതയുണ്ടാക്കും. ഇല്ല, ഇന്ന് ചില ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. 11:47 തൊട്ട് 12:45 വരെ ആണ് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. 11:57 തൊട്ട് 12:45 വരെ ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്കെടുക്കാം. അതേപോലെ തന്നെ ഇന്ന് രാഹുകാല സമയം കലണ്ടറിലിട്ടിരിക്കുന്നത് 9 മണി തൊട്ട് 10:30 മണി വരെ രാഹുകാലം ഉണ്ട് എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 9 മണി തൊട്ടല്ല രാഹുകാല സമയം പറഞ്ഞത്. 9:14 തൊട്ട് ആരംഭിക്കും. 10:48 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും പേടിക്കേണ്ട 2 പേരാണ് ഗുളികനും യമകണ്ഠനും. ഗുളികകാല സമയം വരുന്നത് 6:08 തൊട്ട് 7:41 വരെയും. അതേപോലെ യമകണ്ഠകാലം വരുന്നത് 1:54 തൊട്ട് 3:28 വരെയും. ഈ സമയങ്ങൾ ആകിലും ഒരു കാര്യത്തിലും കൊണ്ട് കൈവയ്ക്കരുത്, ഒഴിവാക്കി കളയണം. ഇന്നത്തെ ദിവസം നമുക്ക് ശനീശ്വരനെ പ്രാർത്ഥിച്ച് പോകുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശനിയുടെ കളറിലുള്ള വസ്ത്രം, നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് പാൻസായിട്ടായാലും ശരി,
ഷർട്ടായിട്ടായാലും ശരി, ടീ ഷർട്ടായിട്ടായാലും ശരി, നമുക്ക് നീലയോ കറുപ്പോ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കറുത്ത കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മുഖം തുടക്കുകയൊക്കെ ചെയ്താൽ മതി. നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്ന് നല്ല ദിവസമല്ല. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രമല്ല, അല്ലാത്തവരും സൂക്ഷിക്കണം. ഇന്ന് പ്രാർത്ഥനാ നിരതയായിരിക്കണം. എപ്പോഴും നമുക്ക് പ്രാർത്ഥന കൊണ്ട് എന്ത് ദോഷത്തെയും നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി കൊണ്ട് മാറ്റാം. പോസിറ്റീവാണ് പ്രാർത്ഥന, ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാലും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. എല്ലാവർക്കും സർവേശ്വരൻ നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.